ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൻ. നമ്മൾ കുറേ നാളായി കണ്ടിട്ടില്ലേ. അപ്പം ഞാൻ ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു എന്താ പറയണ ഡെസേർട്ടെന്നോ എന്ത് വേണേലും പറയുന്നതിന്, അതായത് അവൽ മിൽക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഐറ്റംസ് മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, സോറി. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 3 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. മൈസൂർ പഴം എന്നും പറയും. പിന്നെ കുറച്ച് പൊരി അവൽ, കുറച്ച് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്, പാല്, ഒരു ചെറിയ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, ബൂസ്റ്റ്. പിന്നെ ഇത് നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പഴം ഒന്ന് ഞെരടി എടുക്കണം. ഒരു സ്പൂൺ കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പഴം ഞെരടി എടുക്കണം. ഈ പഴം ഇങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ട് നല്ല പോലെ ഒന്ന് ഞെരടി എടുക്കാം നമുക്ക്. പഴം ഇപ്പം നമ്മൾ നല്ലോണം ഒന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പഴം ഞെരടിയത് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കണം കുറച്ച്. അതിനുശേഷം കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഈ പൊരിയവൽ ഇട്ട് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെ കൂടിയാണിത്. ഇപ്പോൾ വളരെ സിമ്പിളാട്ടോ നമുക്ക് ഉണ്ടാക്കാനായിട്ട്. നോമ്പിലൊക്കെ ഇത് റമദാനൊക്കെ വന്നു കഴിയുമ്പം കഴിക്കാനായിട്ടൊരു നല്ല ഹെൽത്തി, അതുപോലെ ശരീരത്തിന് നല്ല തണുപ്പും നൽകുന്ന ഒരു ഐറ്റമാണിത്. ഇതിപ്പോൾ നമ്മൾ പൊരിയവൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് ഈ പീനട്ട് കുറച്ചിട്ട് കൊടുക്കണം. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേണമെങ്കിൽ മാത്രം ഈ ഡെക്കറേഷൻസൊക്കെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അവലും പാലൊക്കെ മിക്സ് ചെയ്ത് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്, ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവൽ ഷേക്ക് എന്ന് പറയും, അവൽ മിൽക്ക് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, നല്ല അടിപൊളിയാണ്. എല്ലാവരും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ.